ഇതവിടെ ടൊയോട്ട ഗ്ലാൻസയാണ്. ഗ്ലാൻസ 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. ടോപ്പ് വേരിയൻറ്റ് വരുന്നത് വി ആണ്. ബേസ് വേരിയൻറ്റ് വരുന്നത് ഇ ആണ്. നമുക്ക് ഓരോ വേരിയൻസിനനുസരിച്ച് അതിനനുസരിച്ച് ഓരോരോ മാറ്റങ്ങൾ ഗ്ലാൻസയിലുണ്ട്. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ ബേസ് വേരിയൻറ്റിലാണെങ്കിൽ ഈ സ്റ്റീരിയോ ഈ ഒരു ടൈപ്പ് കാര്യങ്ങളോ ഒന്നും ഇവിടെ വരത്തില്ല. ജസ്റ്റ് നോർമൽ ഒരു വണ്ടി പോലെ. എന്നാൽ ഈ ടോപ്പ് വേരിയൻറ്റിൽ നോക്കുകയാണെങ്കിൽ ഒരു പോപ്പപ്പ് വിൻഡോ വരുന്നുണ്ട്. ഈ സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ് കൺട്രോൾസ് എല്ലാം വരുന്നുണ്ട്. ഗ്ലാൻസയിൽ CNG എന്നും പറയുന്നൊരു ഫാക്ടർ കൂടെ ഉണ്ട് കേട്ടോ. ഗ്ലാൻസ, ടൈസർ ഈ മോഡൽ വണ്ടികളിലെല്ലാം ഇപ്പോൾ CNG അവൈലബിൾ ആണ്. CNG കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്. അത് എന്താ പറയുക, ഒരു മൈലേജ് തരുന്നൊരു ടൈപ്പ് വണ്ടിയാണ്. അതായത് ഗ്ലാൻസ CNG. പക്ഷേ മൈലേജ് തരുമെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. മൈലേജ് തരുമ്പോൾ നമുക്ക് ആ ഒരു ബൂട്ട് സ്പേസ് നമുക്ക് അത്ര നഷ്ടപ്പെടുക. അതായത് ഗ്ലാൻസ CNGയിൽ നമുക്ക് അത്രയും മൈലേജ് കിട്ടും, പക്ഷേ നമുക്ക് അവിടെ അത്രയും ബൂട്ട് സ്പേസ് നഷ്ടപ്പെടുക. നമ്മുടെ ടോപ്പ് വേരിയൻറ്റ് എപ്പോഴും എടുക്കാൻ പറ്റിയില്ലെങ്കിൽ തന്നെ ടോപ്പിലൊരു തൊട്ട് താഴെ ഇരിക്കുന്ന ഒരു മിഡ് വേരിയൻറ്റ് അതൊന്ന് അത്രയെങ്കിലും ഒന്ന് എടുക്കാൻ നോക്കണം. അല്ലാതെ ബേസ് വേരിയൻ്റായിട്ട് ഞാൻ ആർക്കും വണ്ടികളെ പ്രിഫർ ചെയ്യാറില്ല. എന്തായാലും ഇത് കൊള്ളാം. ഗ്ലാൻസ അടിപൊളിയായിട്ടുണ്ട്. സൂപ്പർ. സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ടൊയോട്ടയുടെ ഒരു സിമ്പിളൊക്കെ കാണുന്നുണ്ട്. ആ 360 ഡിഗ്രി ക്യാമറ. അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ഇവിടെ തന്നെ വരുന്നുണ്ട്. സൗണ്ട് കൂട്ടാനും കുറയ്ക്കാനും മിറർ ബ്ലോക്ക് എല്ലാം കൊള്ളാം. നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു വണ്ടിയാണ് നമ്മുടെ ടൊയോട്ട ഗ്ലാൻസ. പിന്നെ ആളുകളുടെ ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് സെലക്ട് ചെയ്യുന്നത്. ചിലർക്ക് ടൈസർ ഇഷ്ടപ്പെടും, ചിലർക്ക് ഗ്ലാൻസ ഇഷ്ടപ്പെടും, ചിലർക്ക് അതിൻ്റെ തന്നെ ബലേനോ ഇഷ്ടപ്പെടും, ചിലർക്ക് ഫ്രോൺസ് ഇഷ്ടപ്പെടും. ആളുകളുടെ പ്രിഫറൻസ് അത്. സ്റ്റൈലിഷ് ലുക്കൊക്കെയാണ് കേട്ടോ ഇൻറ്റീരിയറിലൊക്കെ വന്നിരിക്കുന്നത്.